ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. കൂട്ടുകാരെ, നമ്മളിന്നുള്ളത് ആലുംപറമ്പ് ദേവീക്ഷേത്രത്തിലാണ്. ആലുംപറമ്പ് ദേവീക്ഷേത്രത്തിൽ ഇന്ന് ഭദ്രകാളി അമ്മയുടെ കലശപൂജയാണ് കേട്ടോ. ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവസാന ദിവസമാണ്. വെള്ളിയാഴ്ച ദീപാരാധനയോടുകൂടി ഇത് സമാപിക്കുന്നതാണ്. ആലുംപറമ്പ് അമ്പലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. അവിടെ ദുർഗാദേവിയുടെ പ്രതിഷ്ഠയായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ദേവപ്രശ്നമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഭദ്രകാളിയുടെ ഒരു സാന്നിധ്യം കൂടി കണ്ടെത്തുകയും അങ്ങനെ ദുർഗാമാതാവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഭദ്രകാളി അമ്മയ്ക്കും ഒരു ക്ഷേത്രം പണിത് പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലെ എന്തൊക്കെയും വിഷമോ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ അത് തീർത്ത് സങ്കടപരിഹാരം ചെയ്തു തരുന്നതാണ് കേട്ടോ. നമുക്കൊക്കെ നല്ല അനുഭവങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് അമ്മമാരും സഹോദരിമാരും കുട്ടികളും എല്ലാവരും വന്ന് ഒരുക്കി ദീപാരാധനയ്ക്കുള്ള ചടങ്ങുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് കേട്ടോ. കുട്ടികളൊക്കെ നല്ല ഉത്സാഹത്തിമിർപ്പിലാണ്. എല്ലാവരും വന്ന് ദീപാരാധനയ്ക്കുള്ള കൽവിളക്ക് ഒരുക്കുകയും കൽവിളക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്ത് അവരൊക്കെ നല്ലൊരു സന്തോഷത്തിലാണ്. കുട്ടികൾക്ക് പരീക്ഷ വിജയത്തിനും പഠന മേന്മയ്ക്കും ഒക്കെ ഭദ്രകാളി അമ്മയും ദുർഗാദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം മംഗളമായി നടക്കുമെന്നാണ് ഒരു വിശ്വാസം. ആ വിശ്വാസം ശരിയുമാണ്. അങ്ങനെ ദീപാരാധനയ്ക്കുള്ള സമയം അടുത്ത് വരുന്നു. എല്ലാവരും വിളക്കൊക്കെ കത്തിച്ച് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ദുർഗാദേവിയുടെ ദീപാരാധന കഴിഞ്ഞു. ഇനി ഭദ്രകാളി അമ്മയുടെ ദീപാരാധനയാണ്. ദേവീ ശരണം. ക്ഷേത്രത്തിനകത്ത് കയറി വീഡിയോ എടുക്കുന്നതിന് പരിമിതി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പുറത്ത് നിന്ന് വീഡിയോ എടുത്തത്. ഭക്തജനങ്ങൾ ഒന്നും വിചാരിക്കരുത്.